ഇന്ത്യൻ സിനിമയിലെ പരമോന്നത ബഹുമതിയായ ദാദാ സാഹിബ് ഫാൽക്കെ അവാർഡ് ഇപ്പോൾ നമ്മുടെ സ്വന്തം ലാലേട്ടൻ മോഹൻലാലിന് ലഭിച്ചു. ഇത് മലയാള സിനിമയ്ക്കും മലയാളികൾക്കുമുള്ള അഭിമാന നിമിഷമാണ്. 1969 ആരംഭിച്ച ഈ അവാർഡ് ഇന്ത്യൻ സിനിമയുടെ പിതാവ് എന്ന് വിളിക്കപ്പെടുന്ന ദാദാ സാഹിബ് ഫാൽക്കെയുടെ പേരിലാണ്. സിനിമയിലെ ജീവിതകാല സംഭാവനയ്ക്കാണ് ഈ പുരസ്കാരം നൽകുന്നത്. മലയാളത്തിൽ നിന്നുള്ളവർ വളരെ കുറച്ചു പേരാണ് ഇതുവരെ നേടിയിട്ടുള്ളത്. 2004 പ്രശസ്ത സംവിധായകൻ അടൂർ ഗോപാലകൃഷ്ണൻ നേടിയിരുന്നു. ഇതിനുശേഷം ഇപ്പോൾ നമ്മുടെ സ്വന്തം മോഹൻലാൽ ഈ പട്ടികയിൽ ചേർന്നു. മറ്റു ഭാഷകളിൽ നിന്നുള്ള ചില പ്രമുഖർ: ഹിന്ദിയിൽ നിന്നും ദിലീപ് കുമാർ, ലതാ മങ്കേഷ്കർ, അമിതാഭ് ബച്ചൻ; തമിഴിൽ നിന്നും ശിവാജി ഗണേശൻ, കമലഹാസൻ, രജനികാന്ത്; കന്നഡയിൽ നിന്നും ഡോക്ടർ രാജ്കുമാർ; തെലുങ്കിൽ നിന്നും അക്കിനേനി നാഗേശ്വർ റാവു, കെ വിശ്വനാഥ്; ബംഗാളിൽ നിന്നും സത്യജിത് റായ്. മോഹൻലാലിൻ്റെ സിനിമാ ജീവിതം മഞ്ഞിൽ വിരിച്ച പൂക്കൾ വഴി അരങ്ങേറ്റം, 400-ലധികം സിനിമകളിൽ വൈവിധ്യമാർന്ന കഥാപാത്രങ്ങൾ, കിരീടം, ഭരതം, വാനപ്രസ്ഥം പോലുള്ള ക്ലാസിക്കുകൾ, കോമഡി, ആക്ഷൻ, റൊമാൻസ്, കരുത്തുള്ള കഥാപാത്രങ്ങൾ എല്ലാം തുല്യമായി അവതരിപ്പിച്ച അപൂർവ നടനാണ് മോഹൻലാൽ. പത്മശ്രീ, പത്മഭൂഷൺ, ദേശീയ അവാർഡുകൾ, സംസ്ഥാന അവാർഡുകൾ നേടിയ ശേഷം ഇന്ന് ദാദാ സാഹിബ് ഫാൽക്കെ അവാർഡ് കൂടി ചേർന്നു. മോഹൻലാലിൻ്റെ മികവ് വീണ്ടും തെളിയിച്ചു. മലയാളികൾക്കും ലോകമെമ്പാടുമുള്ള സിനിമാ സ്നേഹികൾക്കും അഭിമാനിക്കാനുള്ള നിമിഷമാണിത്. നമ്മുടെ ലാലേട്ടൻ ഇനി എന്നും ഇന്ത്യൻ സിനിമയുടെ ചരിത്രത്തിൽ സ്വർണ്ണാക്ഷരങ്ങളിൽ തെളിഞ്ഞു നിൽക്കും.